ഹലോ ഗായ്സ്, ദിസ് ഈസ് ഗോൾഡൻ പൈലറ്റ് ഹിയർ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും ഒരു യാത്ര പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. വേറെ ആരുമല്ല ഗായ്സ്, എൻ്റെ ഭാര്യയാണ്. യാത്ര പോകുന്നതിന് മുന്നേയുള്ള ചില ഒരുക്കങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ അഞ്ജുവിൻ്റെ ഡ്രസ്സുകളും മറ്റുള്ള ആവശ്യ സാമഗ്രികളും നല്ല ഭംഗിയായി ടോപ്പ് ബോക്സിൽ അടുക്കി വെച്ചിട്ട് ടോപ്പ് ബോക്സ് ലോക്ക് ചെയ്യുന്ന ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ട്. എല്ലാ സാധനങ്ങളും ടോപ്പ് ബോക്സിൽ മാത്രം കൊള്ളാത്തതുകൊണ്ട് ഞാനൊരു ബാഗും കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ട്രൈപോഡും. ഇതെല്ലാം ടോപ്പ് ബോക്സിൻ്റെ മുകളിൽ നല്ല ഭംഗിയായി ഭംഗി റോപ്പ് വെച്ച് കെട്ടലാണ് അടുത്ത പരിപാടി. നിങ്ങളുടെ സാധനങ്ങളൊക്കെ വണ്ടിയുടെ ബാക്കിൽ കെട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് വേണം കെട്ടാൻ, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ താഴെ പോകും കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ കല്യാണത്തിന് ശേഷം ഞാനും അഞ്ചു ആദ്യമായിട്ടാണ് ഒന്നിച്ച് ഒരു ട്രിപ്പ് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒന്നിച്ച് ഒത്തിരി പോയിട്ടുണ്ട്. ഒന്നിച്ച് ഗ്രൂപ്പ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളൊരു 4-5 ട്രിപ്പ് പോയിട്ടുണ്ട്. പക്ഷെ ഞാനും ഇവളും മാത്രമായിട്ട് ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ ആദ്യമായിട്ടാണ് ട്രിപ്പ് പോകുന്നത്. അതും ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ വിചാരിച്ചു അതർ സ്റ്റേറ്റ് പിടിക്കാം, നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥ പിടിക്കാം. ഇപ്പം നവംബർ മാസമാണല്ലോ, അപ്പോൾ വിന്റർ സീസൺ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത്യാവശ്യം തണുപ്പ് ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് പിടിക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ മെല്ലെ കൂർഗിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കണ്ടാണ്, എന്നാലും ഒരു റൈഡ്, ജസ്റ്റ് തണുപ്പത്തൂടെ ഒരു യാത്ര, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് മൃഗങ്ങളെയൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് ചുരമൊക്കെ കയറി പതിയെ അവിടുത്തെ ചായയൊക്കെ കുടിച്ച് മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് അപ്പോൾ ബാക്കിയുടെ വിശേഷങ്ങൾ കാണാം. സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ അവിടുന്ന് വണ്ടിയെടുത്ത് നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനായ കൂർഗിലോട്ട് വിടുകയാണ്. രാവിലെ 5 മണിക്ക് വിടാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. ഒരുങ്ങി വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഗായ്സ്, ഞാൻ ഗോൾഡേയും കൊണ്ട് എവിടെ റൈഡിന് പോയി കഴിഞ്ഞാലും, റൈഡിന് പോകണമെന്നില്ല, ഞാൻ എവിടെയെങ്കിലും ഗോൾഡേയും കൊണ്ട് പോവുകയാണെങ്കിൽ ആൾക്കാർ എപ്പോഴും നോക്കും. കാരണം അവൾ അത്രയും റോഡ് പ്രസൻസ് ആണ്, ബ്യൂട്ടിയാണ് എൻ്റെ. ഗോൾഡ് വേറെ ആരുമല്ല, എൻ്റെ വി സ്ട്രോങ്ങിനെ ഞാൻ ഗോൾഡാന്നാണ് വിളിക്കുന്നത്. നല്ല യെല്ലോ കളറായതുകൊണ്ട് തന്നെ ഏത് തിരക്കിൽ വെച്ച് കഴിഞ്ഞാലും ആൾക്കാർ നോട്ട് ചെയ്യും. കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ അപ്പൊക്കെ ടാറ്റയൊക്കെ തരും. പിന്നെ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുന്നതാണെങ്കിൽ ഫുള്ളി ഗിയർഡായിട്ടാണല്ലോ പോവുക. അപ്പോൾ എന്തായാലും ആൾക്കാരൊക്കെ ഇങ്ങനെ ടാറ്റയൊക്കെ തരും. നമ്മളങ്ങനെ കൂട്ടുപുഴ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് ഈ പച്ച ബോർഡിൽ കാണുന്ന മടിക്കേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ 60 കിലോമീറ്ററാണ്. ഇവിടെ ഒത്തിരി ചെക്ക് പോസ്റ്റും കാര്യങ്ങളുണ്ട്. എക്സൈസ് ചെക്ക് പോസ്റ്റ് ആണെങ്കിലും അതുപോലെ ടാക്സിൻ്റെ ചെക്ക് പോസ്റ്റ് ആണെങ്കിലൊക്കെ ഉണ്ട്. അതൊക്കെ താണ്ടിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇരിട്ടി കൂട്ടുപുഴ പാലം കടന്നിട്ട് ഇനി നമ്മൾ നേരെ ചുരം കയറാൻ പോവാണ്. സോ അതിന് മുന്നേയായിട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ അതിർത്തി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നിലോട്ടേക്ക് വരുമ്പോഴാണ് നല്ല അടിപൊളി വ്യൂ കണ്ടത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഇത് വരുമ്പോൾ കണ്ടാണ്. അപ്പോൾ അഞ്ജുനെയും കൂടെ കാണിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വണ്ടി ചെറുതായിട്ടൊന്ന് സൈഡാക്കിയിട്ട് വ്യൂ ആസ്വദിക്കുകയായിരുന്നു. ആൾക്ക് എന്തായാലും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെറുതായിട്ട് തണുപ്പ് തുടങ്ങുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഫുള്ള് ചുരമാണ് ഗായ്സ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ചുരത്തിൻ്റെ ചെറിയൊരു വ്യൂ ആണ്. നമുക്ക് വരുന്ന വഴി കുറേ മങ്കീസിനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് വല്ലതെന്ന് വിചാരിച്ചിട്ട് നിർത്തിയിട്ടില്ല, കണ്ടിട്ട് പോരുക ചെയ്തത്. നമ്മുടെ ഈ യാത്രയ്ക്കിടെ ഞാൻ നിങ്ങൾക്ക് കൊടകിനെക്കുറിച്ചുള്ള കുറച്ച് ഹിസ്റ്ററിയും കൂടെ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ കർണാടക സംസ്ഥാനത്തിലെ ഒരു ജില്ലയാണ് കൊടക്. കൂർഗ് എന്ന പേരിലും കൊടകിനെ അറിയപ്പെടാറുണ്ട്. 1600 കാലയളവ് മുതൽ 1834 വരെ കൊടക് ഭരിച്ചിരുന്നത് ഹാലേരി രാജാക്കന്മാരായിരുന്നു. അവരിലെ മൂന്നാമനായ മഡ്ഡുരാജ വടക്കൻ കൊടകിലെ കുന്നുകൾ നിരത്തി അവിടെ മഡ്ഡുരാജഗിരി എന്ന സ്ഥലം ഉണ്ടാക്കി. ആ സ്ഥലമാണ് നമ്മളിപ്പോൾ മടിക്കേരി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുരം കയറി കുറച്ച് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ മുകളിലത്തെ റോഡെല്ലാം ഭയങ്കര മോശമാണ്. ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് നടുവൊക്കെ ഒരു പരുവാവും. കുറച്ചധികം സ്ഥലം ഇങ്ങനെ തന്നെയാണുള്ളത് മുകളിലേക്ക്. നൈറ്റൊക്കെ ഈ റൂട്ട് ബൈക്ക് എടുത്തിട്ട് വരികയാണെങ്കിൽ വളരെ സൂക്ഷിച്ചൊന്നുമില്ലെങ്കിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ കൊക്കയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത്രയ്ക്ക് മോശമാണ്. സോ ആരെങ്കിലും ഈ റൂട്ട് വരുന്നുണ്ടെങ്കിൽ കെയർഫുള്ളി വരാൻ ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്ന അധികം ആൾക്കാരും എൻ്റെ മീറ്ററിലേക്കായിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക. ആക്ച്വലി അതൊരു ആക്സിഡൻറ്റിൽ പൊട്ടിപ്പോയതാണ്. ഞാനത് അഴിച്ച് കൊടുത്തിട്ടുണ്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുക്കും, പക്ഷേ അതൊന്നും കുഴപ്പമില്ല. നമുക്ക് റൈഡ് പോകണമെങ്കിൽ മീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. എണ്ണ ഉണ്ടോ നോക്കിയാൽ പോരെ. കുറച്ചുകൂടി ചരിത്രം കേട്ടാലോ. അതായത് തെക്കൻ കർണാടകത്തിലെ കൊടക് ജില്ലയിൽ കാണുന്ന ഒരു ഗോത്രവർഗ്ഗമാണ് കൊടകർ അഥവാ കൊടവർ. ഇവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഭാഷ ഏതാണ് അറിയാം നിങ്ങൾക്ക്? അത് കൊടവ ഭാഷയാണ്. ആയോധനകല അറിയുന്ന കർഷക സമൂഹമാണ് ഇവരുള്ളത്. ലൈസൻസ് ഇല്ലാണ്ട് തോക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്ത്യയിൽ അനുമതിയുള്ള ഏക വിഭാഗർ അത് കൊടകർ മാത്രമാണ് കേട്ടോ. ശരിക്കും വേട്ടയാടൽ ആയോധന കലയായിട്ട് ഇഷ്ടപ്പെടുന്നൊരു യോദ്ധാക്കളാണ് കൊടകർ. കൊടക് ഭാഷ സംസാരിക്കുന്ന എല്ലാവരും കൊടകറല്ല കേട്ടോ. ശരിയായ കൊടകർ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കൊടകുകാരുടെ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് അവരുടെ ഭക്ഷണ രീതിയും
ആ വസ്ത്രധാരണവും അവരുടെ സംസ്കാരവും കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാനും അത് മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ ചുരമൊക്കെ കയറി നേരെ മുകളിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ജംഗ്ഷൻ കിട്ടി. ആ ജംഗ്ഷൻ നേരെ പോയി കഴിഞ്ഞാൽ ഗോണിക്കുപ്പ വഴി ബാംഗ്ലൂരേക്കും, ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ വിരാജ്പേട്ട മടിക്കേരി വഴി ഗോൾഡൻ ടെമ്പിൾ, അങ്ങനെ ബാംഗ്ലൂരേക്കും പോകും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരത്തെ യാത്രയ്ക്കൊടുവിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി 2 മരങ്ങൾക്കിടയിലുള്ള തണലിൽ നിർത്തിയാണ്. നേരെ മുകളിൽ കണ്ടോ നല്ല അടിപൊളി റെഡ് കളറിൽ പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഞാനും അഞ്ചു കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടി നിർത്തിയാണ്. വണ്ടി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ നേരത്ത് എൻ്റെ പെൺകൊച്ചിന് ഒരു ചെറിയൊരു ആഗ്രഹം വണ്ടി ഓടിക്കണം. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് നടത്തി കൊടുക്കണമല്ലോ. അപ്പോൾ തന്നെ ഞാൻ ചാടി ഇറങ്ങി അവളെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ കയറ്റിയിരുത്തി ഞാൻ പറഞ്ഞു ഓടിക്കുന്നു പറഞ്ഞു. ആൾ അത്യാവശ്യം അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. ഞാനും അത്യാവശ്യം നല്ല ഹാപ്പിയാണ്. ലഡാക്ക് റൈഡ് പോകുമ്പോൾ നല്ലൊരു പുതിയ റൈഡർ കിട്ടിയ ഹാപ്പിയിലാണ് ഞാനിപ്പോൾ. ആക്സസൊക്കെ ഓടിച്ച് നല്ല ശീലം ഉണ്ടെങ്കിലും എൻ്റെ ഈ ഗോൾഡൻ ഇവൾ ഇത്രയും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം വേറൊന്നുമില്ല, ആക്സസും ഗോൾഡുമായിട്ട് വെയിറ്റിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. പോരാത്തിന് ഞാനും ബാക്കിലുണ്ട്. എൻ്റെ ബാക്കിലാണെങ്കിൽ ടോപ്പ് ബോക്സും ട്രൈപോഡും അതുപോലെ എൻ്റെ ബാഗും ഉണ്ട്. ഇതൊക്കെ അവൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണമല്ലോ. ഗായ്സ്, നിങ്ങൾ ഈ കാണുന്നതാണ് വിരാജ്പേട്ട ടൗണ്. വിരാജ്പേട്ട ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് വേണം ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. വിരാജ്പേട്ട ടൗണിൽ എത്തിയ സ്ഥിതിക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അടിക്കലാണ്. അപ്പോൾ രാവിലെ വിട്ടാണ്, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വേണോ അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഗായ്സ്, അവിടെ നിന്ന് ചായയെല്ലാം കുടിച്ചിട്ട് നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് വിട്ടിട്ടാ. കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴാണ് എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ട് റോഡ് ഇങ്ങനെ അലങ്കരിച്ചാണ്. നല്ല ഭംഗിയുണ്ട്, പല നിറത്തിലുള്ള കടലാസ് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടാണ്. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ വിരാജ്പേട്ടയിൽ നിന്ന് മടിക്കേരി ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കുള്ള സിദ്ധപുര ടൗൺ. നമുക്ക് നേരെയാണ് പോകേണ്ടത്. നേരെ പോയി കഴിഞ്ഞാലാണ് ദുബാര എലിഫൻറ്റ് ക്യാമ്പിലേക്ക് എത്തുന്നത്. മാത്രമല്ല നമുക്കൊരു വിൻറ്റേജ് കാർ ഷോറൂം കൂടെ പോകുന്ന വഴിക്ക് കണ്ടിട്ട് പോവാം. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ടൗണാണ്. പിന്നെ ഈ കാണുന്ന ബാക്ക് സൈഡിലുള്ള ഈ റോഡിൽ കൂടെയാണ് നമ്മൾ വന്നത്. ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ആ കാണുന്ന റോഡ് ഉണ്ടോ നിങ്ങളെ ലെഫ്റ്റ് സൈഡിൽ, ആ വഴി നമുക്ക് മൈസൂർ വഴി അങ്ങനെ ബാംഗ്ലൂരേക്ക് പോകാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി നേരെ ആ കാണുന്ന റോഡിൽ കൂടെ പോകാൻ പോവുകയാണ്. ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധപുര കുശാൽ നഗർ റോഡിലാണ്. നെല്ലിഹുടിക്കേരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സിദ്ധപുരയിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ കാണും ഇവിടത്തേക്ക്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വിൻറ്റേജ് കാർ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വരിക. ഇൻ കേസ് അവിടെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഈ കാണുന്ന റോഡ് കണ്ടോ, അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ആ റോഡ് വഴിയാണ് നമുക്ക് പോകേണ്ടത്. അത്യാവശ്യം ഓഫ് റോഡാണ് റോഡ്. നമുക്ക് പോയി നോക്കാം. നമ്മൾ വിചാരിച്ച പോലെ അത്ര വലിയ നല്ല റോഡൊന്നുമല്ല, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് തന്നെയാണ്. പൊട്ടിപ്പൊളിഞ്ഞ് താറിടാത്ത റോഡാണ്. എന്നാൽ വലിയ ഓഫ് റോഡും കാര്യങ്ങളൊന്നുമല്ല. ഏതൊരു വണ്ടിക്കും വരാം, കുഴപ്പമില്ലാതെ വരാം. പിന്നെ ആ റോഡിൻ്റെ ഒരു ബ്യൂട്ടി നോക്കിയത് നിങ്ങൾ, 2 സൈഡിലും കാപ്പിത്തോട്ടമൊക്കെ ആയിട്ട്. ഇച്ചിരി മുന്നോട്ടപ്പോൾ ഈ മൺകൂന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മുന്നിൽ റോഡില്ലെന്ന് കേട്ടോ. പക്ഷേ അങ്ങോട്ട് പോവായിരുന്നു. എന്നാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി ഈ തണുപ്പും ആ ഒരു വെളിച്ചവും 2 സൈഡിലെ ആ കാപ്പിത്തോട്ടം, ഫുള്ളൊരു ഗ്രീനറി, നല്ല മനസ്സിനെ കുളിർമ ചെയ്യുന്ന ഒരു അടിപൊളി വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇത് എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഇവിടുന്ന് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന റോഡാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും വിൻറ്റേജ് കാർ ഷോറൂം എന്നുള്ളത്. ഇത് കുഴപ്പമില്ലാത്തൊരു 2 വരിയിൽ ഒരു എന്താ പറയുക കരിങ്കല്ല് ഭാഗ്യ ഒരു റോഡായിരുന്നു. ഈ റോഡ് കയറിയപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക രസമുണ്ടായിരുന്നു കേട്ടോ കയറാൻ. ഒരു കുലുക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം സ്പീഡിലാണ് ഞാൻ പോകുന്നത്. നമ്മുടെ ഗോൾഡിലുള്ള യാത്രയായതുകൊണ്ട് അവൾക്ക് ഈ കുണ്ടും കുഴിയൊന്നും ഒരു പ്രശ്നമല്ല. എത്ര മോശപ്പെട്ട റോഡാണെങ്കിൽ അവൾ കയറി അങ്ങ് പൊക്കോളും. നമ്മൾ വന്നേക്കുന്ന ഈ വിൻറ്റേജ് കാർ ഷോറൂം എന്ന് പറയുന്നത് ഒരു 30 ഏക്കർ വലിയ കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്കാണ്. ഈ കാണുന്ന വീട് കണ്ടോ, ഇത് ആക്ച്വലി ഈ സ്ഥലത്തിൻ്റെ ഓണറിൻ്റെ വീടാണ്, പുള്ളിയുടെ സ്ഥലമാണ്. അവിടെയാണ് ഈ കാപ്പി കുരുവും കാര്യങ്ങളൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത് കേട്ടോ. ഈ കാണുന്ന ചെറിയ കുഞ്ഞു ബിൽഡിംഗ് ആണ് ഇവരുടെ ടിക്കറ്റ് കൗണ്ടർ. അതിന് പുറത്ത് തന്നെ ഒരാൾ നിന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഞങ്ങളുടെ അടുത്ത് വണ്ടി അവിടെ സൈഡാക്കിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറയുമായിരുന്നു. നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ കുടുക്കിമുട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ അവിടെയുള്ള ഒരു മുഹമ്മദ് കുട്ടി ഹാജി എന്ന് പറഞ്ഞ ഒരു ആളുടെ വലിയ വിശാലമായ 30 ഏക്കർ കാപ്പിത്തോട്ടാണിത്. വളരെ ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു, നല്ല
നല്ല കിരീടം ഇറക്കുന്നുണ്ടായിരുന്നു. ഈ വഴിയാണ് ഞങ്ങൾ വന്നത്. ഇതാട്ടോ ഇവിടെ 48 കാറുകളുണ്ട്, വിൻറ്റേജ് കാർസ്. ഇവിടെ 100 രൂപയാണ് ഒരു അഡൽട്ടിന് ചാർജ് ചെയ്യുന്നത്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ കണ്ടോ നമ്മുടെ ഗോൾഡനൊക്കെ കണ്ടോ, നല്ല ബ്യൂട്ടിയായിട്ട് ഇരിക്കുന്നത്. ബ്യൂട്ടി ഷീസാണ് നമ്മുടെ ഇംഗ്ലീഷ് കാശൊക്കെ. നമുക്ക് ഈ ചില്ലി കൂടെ ചെറുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വൈകാതെ നമുക്ക് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. പഞ്ചു പുള്ളിക്കേറെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ പ്രൊഫഷണൽ ക്യാമറയൊക്കെ കൊണ്ടുവരുന്നതാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തായാലും അവർ 100 രൂപ ടിക്കറ്റ് വാങ്ങും കേട്ടോ. ഇപ്പം മൊബൈൽ ക്യാമറയൊക്കെ കൊണ്ടുവരുന്നതാണെങ്കിൽ 30 രൂപയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ രാവിലെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണി മുതൽ 1 മണി വരെയാണ് അവർ ഓപ്പൺ. പിന്നെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് 2 മണി മുതൽ 5 മണി വരെയാണ്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വരിക. കാണുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ വാവ് എന്താ അല്ലേ. ഫസ്റ്റ് വണ്ടി നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മോറിസ് മൈനറിൻ്റെ 1000, അതായത് 1951 മാനുഫാക്ചറിങ് ചെയ്തൊരു വണ്ടിയാണ്. ബ്ലൂ കളറിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഒരു പഴയ മോഡൽ വിൻറ്റേജ് കാറാണ്. 4 ഡോറാണ് വരുന്നത്. അതുപോലെ ഇംഗ്ലണ്ടിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നാണ് അതിൻ്റെ അസംബ്ലിങ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് വണ്ടി ഒന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് 1 by 1 ആയിട്ട് ഓരോരോ കാറ് നോക്കി പോയതാണ്. പത്മിനി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ മോഡൽ, നല്ല 12 ടോണാണ് വരുന്നത്. ഒരു ഗോൾഡനും അതുപോലെ ഒരു റെഡ് കളറിലാണ് ഇത് വരുന്നത്. ഇത് പഴയ മൈസൂർ നല്ല കുതിരവണ്ടിയാണ്. ടയറും കാര്യങ്ങളുണ്ടോ, 2 കുതിരയൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റി ഒരു പഴയ തേര് സെറ്റപ്പ്. ബുള്ളക്കാട്ട് 1902 ഒരു ബുള്ളക്കാട്ട്. A 4-wheeled vehicle pulled by an oxen. It is a means of transportation used since ancient times in many parts of the world. അതാണ് സംഭവം. പിന്നെ ഇവിടെ ഉണ്ട് വില്ലീസ് ഉണ്ട്. ഇവിടെ വില്ലീസൊക്കെ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിള്ളേർ പടുത് കഴിക്കും. അത്യാവശ്യം നല്ല നല്ല വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നാട്ടിൽ കെട്ടിക്കഴിഞ്ഞാൽ പൊളിയായിരിക്കും. ഇതോ എൻ്റെ അമ്മ ജങ്കാർ സാധനം, ഫോർഡിൻ്റെ മെർക്കുറി അവർ ഞാൻ വായിച്ച മിസ്റ്റേക്ക് ആയിപ്പോയി. ഫോർഡിൻ്റെ മെർക്കുറി എന്ന് പറഞ്ഞ മോഡൽ എന്തല്ലേ വലിപ്പം എൻ്റെ ജങ്കാർ സാധനം. ഇതൊക്കെ ആരായിരിക്കും പണ്ട് വാങ്ങിച്ചിട്ടുണ്ടാവുക. 1951 ഇറക്കിയ മോഡലാണ്. അതുപോലെ ഇത് 1977 വരെ ഇറങ്ങിയൊരു മോഡലാണ്. കണ്ടാണ് വില്ലീസിൻ്റെ സ്റ്റേഷൻ വാഗൺ എന്ന് പറഞ്ഞ മോഡൽ, ഒരു ക്ലാസി ഓഫ് വൈറ്റ് കളറിൽ ഒരു മുകളിലൊരു ക്യാരറ്റ് ടയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ഫ്രണ്ട് കുറച്ച് അപ്പ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ഈ കാണുന്ന വണ്ടിയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലെ ലെങ്ത്തും പോകും, അതുമാത്രമല്ല നിങ്ങൾക്ക് ബോറടിച്ചും തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മരത്തിൻ്റെ മുകളിൽ കൂടെ ഒരു മരയണ്ണാൻ ഇങ്ങനെ തുള്ളി പോകുന്നുണ്ട് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് ചെറിയ മക്കളൊക്കെ കാറൊക്കെ കാണുമ്പം ഇൻട്രസ്റ്റഡ് ആയിട്ട് കൗതുകം കൊണ്ട് എടുത്തു പോയി. പുള്ളിക്ക് അതിൽ ചെറിയ നഷ്ടം വന്നിട്ട് പുള്ളി എന്ത് ചെയ്തു, ഇത് ലോക്ക് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറി കാണാനുള്ള ഭാഗ്യമില്ല. എന്നാലും ദിസ് ഈസ് പുള്ളിയുടെ കളക്ഷൻസ്. പഴയ ക്ലോക്കും അലാംസും ഗ്രാമഫോണും
ഇപ്പുറത്ത് തന്നെ ഇതുണ്ടോ പഴയ പ്രൊജക്ടർ. ഇത് അജിക്കുട്ടീര ചിന്നപ്പ എന്ന് പറഞ്ഞ ആസാദ് ഹിന്ദു ഗ്രൂപ്പ്സിൻ്റെ ആളാണ് ഈ സിനിമ പ്രൊജക്ടർ ഡൊണേറ്റ് ചെയ്തേക്കുന്നത് പുള്ളിക്ക്. ഇതുണ്ടോ, അത് 30 കിലോ വരെ തൂക്കുന്ന ഒരു മെഷീനാണ്. അങ്ങനെ നമ്മൾ വിൻറ്റേജ് കാർ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ദുബാര എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ്. നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ഓൾമോസ്റ്റ് 13 കിലോമീറ്ററാണ് അവിടേക്കുള്ളത്. നമ്മൾ ആ പോകുന്ന വഴിയിലുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ കവുങ്ങുകളുടെ ഗ്രീനറിയും മുകളിലത്തെ ആകാശത്തിൻ്റെ ആ ഒരു ബ്ലൂവും കൂടെ വന്നപ്പോൾ വളരെ വ്യൂ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ്. ഇതല്ല ആക്ച്വലി, ഇത് റിവർ റാഫ്റ്റിംഗ് സെൻ്ററാണ്. കണ്ടോ ആൾക്കാർ പോകുന്നുണ്ടോ? ഇതാണ് റിവർ റാഫ്റ്റിംഗ് സെൻറ്റർ. ഇവിടെ നിന്ന് നമുക്ക് ഈ സാധനം കയറി നേരെ ആ കാണുന്ന അക്കരെയാണ് എലിഫൻറ്റ് ക്യാമ്പ് വരുന്നത്. അവിടെ നമുക്ക് ആനയെ കുളിപ്പിക്കാൻ, ആനയെ കാണാനൊക്കെ പറ്റും. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈറ്റ് വ്യൂയിങ് പ്ലേസ് ആണ്. അപ്പോൾ വെള്ളത്തിലിറങ്ങി കുളിക്കാനൊന്നുള്ള താല്പര്യം ഇല്ല അപ്പോൾ തൽക്കാലം. അഞ്ചു ഓൾറെഡി ഇവിടെ വന്നതാണ് അവളുടെ കോളേജ് ട്രിപ്പിന്. അല്ല അഞ്ചു ഓൾറെഡി ഇവിടെ വന്നതല്ലേ കോളേജ് ട്രിപ്പിന്? ഇപ്പോൾ എന്തായാലും ഇറങ്ങി കുളിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല ഞങ്ങൾ വന്നത്. ജസ്റ്റ് ക്യാമ്പ് കാണാം, അപ്പുറം പോയി. ഇപ്പം സമയം 1:30 ആയിട്ടുണ്ട്. 4 മണിക്ക് ഇനി ഓപ്പൺ ആവുള്ളൂ. 9 മണി മുതൽ 11 മണി വരെയും 4 മണി മുതൽ 5 മണി വരെയാണ്. വൈകുന്നേരം എത്ര മണി വരെ സമയം? ഈവനിങ് എലിഫൻറ്റ് ക്യാമ്പ് 4 to 4 മണി മുതൽ 5:30 വരെയാണ് വൈകുന്നേരം സമയം. അപ്പോൾ അതിനുള്ളിൽ ആ ഒരു ടൈം ഗ്യാപ്പിൽ നോക്കിയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്ത് കടന്ന് അവിടെ നിന്ന് ആനയൊക്കെ കുളിപ്പിക്കുന്നതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോട്ടിന് ആ കാണുന്ന ബോട്ടിലാണ് നമ്മൾ പോവുക. ആ കാണുന്ന ബോട്ടിൽ ഒരാൾക്ക് 50 വെച്ചിട്ട് ഇവിടുന്ന് റിവർ കടക്കാനുള്ള ചാർജും അവിടുന്ന് എലിഫൻറ്റ് ക്യാമ്പിലേക്ക് 180 ആണ് ചാർജ് വരുന്നത്. എല്ലാം ഒരൊറ്റ കൗണ്ടറിലാണ് വരുന്നത്. അതായത് റിവർ റാഫ്റ്റിങ്ങിന് ഒരു കൗണ്ടർ, എലിഫൻറ്റ് ക്യാമ്പിന് അപ്പുറത്ത് വേറൊരു കൗണ്ടറാണ് വരുന്നത്. അപ്പോൾ വേറെ ഇവിടെ നിങ്ങൾക്ക് 3D സ്കെയറി ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പും വരുന്ന വഴിക്ക് ഒരു വാക്സ് മ്യൂസിയം പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വരുന്ന ആൾക്കാർ മാക്സിമം കൂർഗിലേക്ക് വരുന്ന ആൾക്കാർ ഈ എലിഫൻറ്റ് ക്യാമ്പ്, ദുബാര എലിഫൻറ്റ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നത് ഈ സെയിം റോഡ് തന്നെയാണ്. നമ്മൾ ഗോൾഡൻ ടെമ്പിൾ അതുപോലെ നിസധാം ഒക്കെ വരുന്നത് അവിടെയാണ്. സോ എന്താ നമ്മുടെ അടുത്ത പരിപാടി? ഫുഡ് കഴിക്കാം. വിശക്കുന്നില്ലേ? എന്താ വെള്ളം കുടിക്കണ്ടേ? ദാഹിക്കുകയും ചെയ്യുന്നു. സോ ഗായ്സ്, നമ്മളിവിടെ ദുബാര എലിഫൻറ്റ് ക്യാമ്പിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ഹോട്ടലിൻ്റെ വീഡിയോയും അതുപോലെ അവിടുത്തെ സെർവിങ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കണം. നമുക്ക് അതിന് കണക്കായിട്ടല്ലേ നമുക്ക് മുന്നോട്ടേക്ക് അപ്ഡേഷൻസും കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഫ്യൂവൽ. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് മീ ഗോൾഡൻ പൈലറ്റ് സൈനിങ് ഓഫ്.